എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്? കബറടക്കം അല്ലെങ്കിൽ ശവമടക്കം കഴിഞ്ഞ് നാട്ടുകാരൊക്കെ അവരുടെ വീടുകളിലേക്കും തിരക്കുകളിലേക്ക് തിരിച്ചു പോകും. കുറച്ച് ബന്ധുക്കൾ മാത്രം തിരിച്ച് വീട്ടിലേക്ക് വരും. അവരെ മുറ്റത്ത് നിന്നിട്ട് അന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കും. വീട്ടുകാർ അകത്തവർക്ക് ചായയോ കാപ്പിയോ കൊണ്ടുവയ്ക്കുന്ന തിരക്കിലാകും. നമുക്ക് വളരെ വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന ചിലര് ഫോൺ ചെയ്ത് പറയും ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയും. കുറച്ച് മണിക്കൂറുകളിൽ തന്നെ വീട്ടിന്റെ അകത്ത് നിന്ന് കെട്ടിയിരുന്ന കരച്ചിലൊക്കെ അടങ്ങും. അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ഒഴിവിലേക്ക് വേറെ ആളെ തിരയും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മക്കളൊക്കെ അവരുടെ ജോലികളിലേക്കും തിരക്കുകളിലേക്ക് തിരിച്ചു പോകും. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ടിവിയിൽ കോമഡി സ്റ്റാർസ് കണ്ട് ചിരിക്കുന്നത് കാണാം. എല്ലാവരും അല്ലട്ടോ, ചിലരെങ്കിലും. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, അവരൊക്കെ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ നിങ്ങൾ മറക്കും. അപ്പൊ ഓർമ്മപ്പെടുത്താനുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനെ കൊടുത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കൊടുത്തില്ല. സ്വയം ജീവിക്കാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ സമ്പത്തും സമയവും ഉപയോഗിക്കുക. യാത്രകൾ പോവുക, കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. കാരണം മരിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള സമാധാനത്തിൽ തിരിച്ചു പോകാലോ, അല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്? കബറടക്കം അല്ലെങ്കിൽ ശവമടക്കം കഴിഞ്ഞ് നാട്ടുകാരൊക്കെ അവരുടെ വീടുകളിലേക്കും തിരക്കുകളിലേക്ക് തിരിച്ചു പോകും. കുറച്ച് ബന്ധുക്കൾ മാത്രം തിരിച്ച് വീട്ടിലേക്ക് വരും. അവരെ മുറ്റത്ത് നിന്നിട്ട് അന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കും. വീട്ടുകാർ അകത്തവർക്ക് ചായയോ കാപ്പിയോ കൊണ്ടുവയ്ക്കുന്ന തിരക്കിലാകും. നമുക്ക് വളരെ വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന ചിലര് ഫോൺ ചെയ്ത് പറയും ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയും. കുറച്ച് മണിക്കൂറുകളിൽ തന്നെ വീട്ടിന്റെ അകത്ത് നിന്ന് കെട്ടിയിരുന്ന കരച്ചിലൊക്കെ അടങ്ങും. അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ഒഴിവിലേക്ക് വേറെ ആളെ തിരയും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മക്കളൊക്കെ അവരുടെ ജോലികളിലേക്കും തിരക്കുകളിലേക്ക് തിരിച്ചു പോകും. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ടിവിയിൽ കോമഡി സ്റ്റാർസ് കണ്ട് ചിരിക്കുന്നത് കാണാം. എല്ലാവരും അല്ലട്ടോ, ചിലരെങ്കിലും. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, അവരൊക്കെ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ നിങ്ങൾ മറക്കും. അപ്പൊ ഓർമ്മപ്പെടുത്താനുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനെ കൊടുത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കൊടുത്തില്ല. സ്വയം ജീവിക്കാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ സമ്പത്തും സമയവും ഉപയോഗിക്കുക. യാത്രകൾ പോവുക, കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. കാരണം മരിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള സമാധാനത്തിൽ തിരിച്ചു പോകാലോ, അല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്? കബറടക്കം അല്ലെങ്കിൽ ശവമടക്കം കഴിഞ്ഞ് നാട്ടുകാരൊക്കെ അവരുടെ വീടുകളിലേക്കും തിരക്കുകളിലേക്ക് തിരിച്ചു പോകും. കുറച്ച് ബന്ധുക്കൾ മാത്രം തിരിച്ച് വീട്ടിലേക്ക് വരും. അവരെ മുറ്റത്ത് നിന്നിട്ട് അന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കും. വീട്ടുകാർ അകത്തവർക്ക് ചായയോ കാപ്പിയോ കൊണ്ടുവയ്ക്കുന്ന തിരക്കിലാകും. നമുക്ക് വളരെ വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന ചിലര് ഫോൺ ചെയ്ത് പറയും ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയും. കുറച്ച് മണിക്കൂറുകളിൽ തന്നെ വീട്ടിന്റെ അകത്ത് നിന്ന് കെട്ടിയിരുന്ന കരച്ചിലൊക്കെ അടങ്ങും. അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ഒഴിവിലേക്ക് വേറെ ആളെ തിരയും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മക്കളൊക്കെ അവരുടെ ജോലികളിലേക്കും തിരക്കുകളിലേക്ക് തിരിച്ചു പോകും. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ടിവിയിൽ കോമഡി സ്റ്റാർസ് കണ്ട് ചിരിക്കുന്നത് കാണാം. എല്ലാവരും അല്ലട്ടോ, ചിലരെങ്കിലും. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, അവരൊക്കെ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ നിങ്ങൾ മറക്കും. അപ്പൊ ഓർമ്മപ്പെടുത്താനുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനെ കൊടുത്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കൊടുത്തില്ല. സ്വയം ജീവിക്കാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ സമ്പത്തും സമയവും ഉപയോഗിക്കുക. യാത്രകൾ പോവുക, കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. കാരണം മരിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള സമാധാനത്തിൽ തിരിച്ചു പോകാലോ, അല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ